നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കേരളത്തിലെ വിവിധ വ്യവസായ മേഖലകളിൽ വലിയ മാറ്റം സാധ്യമാക്കുന്ന നവീനമായ ലിവേജ് എഞ്ചിനീയറിംഗ് സാറ്റോ ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ കോമൺ കേരള വേദിയിൽ പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സിവിൽ മാർക്കറ്റിൽ സുലഭമല്ലാത്ത എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ. ഇതിൻ്റെ ഉൽപാദന കേന്ദ്രം തൃശൂർ മതിലകത്താണ് ലിവേജ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ വ്യാവസായിക മുന്നേറ്റത്തിന് കരുത്ത് പകരുന്ന സംരംഭമാണിത്. OICC അബഹ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. അബഹ ടൗണിൽ പായസ വിതരണം നടത്തി. ആഘോഷ പരിപാടി OICC ദക്ഷിണ മേഖല സംഘാടനകാര്യ ജനറൽ സെക്രട്ടറി പ്രകാശൻ നാദാപുരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ഒരു വർഗീയ ശക്തിക്കും ഭിന്നിപ്പിക്കാനോ അധികകാലം ഒറ്റയ്ക്ക് വാഴാനോ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം നൽകുന്ന മുന്നറിയിപ്പാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മിഷാൽ, സലീം കരൂപ്പടന്ന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷിഫ മലയാളി സമാജം നൂറാന മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് റിയാദ് ഷിഫയിലെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്കായി രോഗനിർണയ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ ലാബ് പരിശോധനകളും വ്യത്യസ്തരായ ഡോക്ടർമാരുടെ പരിശോധനകളുമാണ് ലഭ്യമാക്കിയത്. ആദ്യ ആഴ്ചയിൽ 130 അംഗങ്ങളാണ് പരിശോധനയിൽ പങ്കെടുത്തത്. തുടർ ചികിത്സ ആവശ്യമായവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഫിറോസ് പോത്തൻകോട് അധ്യക്ഷത വഹിച്ചു. അലി അൽ സഹറാനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സയ്യിദ് ഹുസൈൻ, ഡോക്ടർ NR സഫീർ, ഡോക്ടർ ബ്ലസി, ഡോക്ടർ ദീപ്തി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി പ്രകാശ് ബാബു വടകര സ്വാഗതം പറഞ്ഞു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.